മലയാള സിനിമാ ചരിത്രത്തിൽ വൈകാരിക തീവ്രതയുടെ പുതിയൊരു അധ്യായം കുറിച്ച ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിന്റെ എക്കാലത്തെയും വലിയ ക്ലാസിക് ചിത്രം കിരീടം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ്. സംവിധായകൻ സിബി മലയിൽ പങ്കുവച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ചിത്രം ജൂലൈ മാസത്തിൽ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. സേതുമാധവൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ പകർന്നാടിയ ആ വിസ്മയം പുതിയ സാങ്കേതിക തികവോടെ വീണ്ടും എത്തുമ്പോൾ അത് കേവലം ഒരു റീ റിലീസിനപ്പുറം ഒരു വലിയ സിനിമാറ്റിക് ആഘോഷമായി മാറുകയാണ്. ഈ റീ റിലീസിന്റെ പ്രധാന സവിശേഷത അതിന്റെ സാങ്കേതിക വശങ്ങളിലെ വലിയ അപ്ഗ്രഡേഷൻ തന്നെയാണ്. പ്രസാദ് കോർപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന റീസ്റ്റോറേഷനും ഹൈ സ്റ്റുഡിയോസ് നിർവഹിച്ച 4K റീമാസ്റ്ററിംഗും ചിത്രത്തിന് പുതിയൊരു ദൃശ്യഭംഗി സമ്മാനിക്കും. ഇതിനൊപ്പം ഹരിനാരായണൻ നിർവഹിച്ച അഡ്മോക് മിക്സിംഗ് കൂടി ചേരുമ്പോൾ ജോൺസൺ മാഷിന്റെ ആ മാതൃക സംഗീതവും പശ്ചാത്തല സംഗീതവും തിയേറ്ററുകളിൽ പുതിയൊരു ശബ്ദാനുഭവം തന്നെ സൃഷ്ടിക്കും. എസ് കുമാറിന്റെ മികച്ച ഛായാഗ്രഹണവും എൽ ഭൂമിനാഥന്റെ എഡിറ്റിംഗും 4K ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുക എന്നത് ഇന്നത്തെ തലമുറയിലെ സിനിമാ പ്രേമികൾക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ്. ഹെസിൻ ഗ്ലോബൽ വെഞ്ചേഴ്സ് ആണ് ചിത്രം ഇന്ത്യയിലുടനീളം വിതരണത്തിന് എത്തിക്കുന്നത്. ഇന്നത്തെ ബോക്സ് ഓഫീസ് മാർക്കറ്റിൽ മികച്ച രീതിയിൽ റീമാസ്റ്റർ ചെയ്തെത്തുന്ന പഴയ ക്ലാസിക് ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർ നൽകുന്നത്. കിരീടം പോലുള്ള ഒരു വൈകാരിക ഡ്രാമ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുമ്പോൾ അത് മലയാള സിനിമാ വ്യവസായത്തിന് പുതിയൊരു വാണിജ്യ സാധ്യത കൂടിയാണ് തുറന്നു നൽകുന്നത്. തിലകൻ, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മുരളി, കൊച്ചിൻ ഹനീഫ, സുകുമാരൻ, കവിയൂർ പൊന്നമ്മ, ഫിലോമിന, ശ്രീനാഥ്, മോഹൻരാജ് തുടങ്ങിയ അനശ്വര പ്രതിഭകളുടെ പ്രകടനങ്ങൾ ഒരിക്കൽ കൂടി വലിയ സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരിൽ വലിയൊരു നൊസ്റ്റാൾജിയയും ഒപ്പം തിയേറ്റർ ഡിമാൻഡും ഉയർത്തുമെന്നതിൽ സംശയമേ ഇല്ല. വെറും ഉപരിപ്ലവമായ മാസ് ഡയലോഗുകൾക്കോ ഹൈപ്പിനോ പ്രാധാന്യം നൽകാതെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തകർച്ചകളെയും നിസ്സഹായ അവസ്ഥകളെയും അതിശക്തമായി ആവിഷ്കരിച്ച തിരക്കഥയാണ് കിരീടത്തിന്റേത്. കത്തി താഴെയിടടാ നിന്റെ അച്ഛനാടാ പറയുന്നതെന്ന മലയാളത്തിലെ ഏറ്റവും തീവ്രമായ വൈകാരിക രംഗം ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്നു. ലൗഡായ മാർക്കറ്റിംഗ് ഗിമ്മിക്കുകൾ ഒന്നുമില്ലാതെ കഥയുടെയും കഥാപാത്രങ്ങളുടെയും കരുത്തിൽ മാത്രം നിലകൊള്ളുന്ന ഇത്തരം ചിത്രങ്ങൾ ഇന്നത്തെ സിനിമാ നിർമ്മാണ രീതികൾക്കും വലിയൊരു പാഠപുസ്തകമാണ്. മലയാള സിനിമയുടെ ക്രാഫ്റ്റിനെയും കഥ പറച്ചിലിന്റെ സൗന്ദര്യത്തെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു യഥാർത്ഥ സിനിമാ പ്രേമിയും തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തേണ്ട ഒന്നാണ് ഈ ചിത്രത്തിന്റെ പുതിയ പതിപ്പ്. പുതുതലമുറ സംവിധായകർക്കും സിനിമാ വിദ്യാർത്ഥികൾക്കും വലിയൊരു അനുഭവമായിരിക്കും ഈ തിയേറ്റർ അനുഭവം. കിരീടം എന്ന ഈ എക്കാലത്തെയും വലിയ മാസ്റ്റർ പീസ് റീ റിലീസിനായി എത്തുമ്പോൾ തിയേറ്ററുകളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? 4K ദൃശ്യഭംഗിയിൽ സേതുമാധവന്റെയും അച്യുതൻ നായരുടെയും ആ സുപ്രധാന രംഗങ്ങൾ വീണ്ടും കാണാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.